ഈ റോഡ് വരുമ്പോൾ പലപ്പോഴും ഞാൻ എൻജോയ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് ഈവനിങ് ടൈമിൽ ഈ ഒരു സ്കൈ കേട്ടോ. ഇങ്ങനത്തെ ഒരു സ്കൈ മിക്കപ്പോഴും ഞാൻ റൈഡ് ചെയ്ത് വരുമ്പോൾ എനിക്കിവിടെ കാണാൻ പറ്റുന്ന ഒരു സ്കൈ ആണ് ഇങ്ങനത്തെ സ്കൈ. ഈവനിങ്ങിലുള്ള ഈ സൺസെറ്റ് സ്കൈ. ഇത് വെള്ളമൊക്കെ വരുന്ന സ്ഥലമാണ്. മഴക്കാലത്ത് വരാണ്ടിരിക്കുന്നത് നല്ലത്. ഇവിടെ വെള്ളം ഉണ്ടാവും. പിന്നെ ഇവിടെ ഒക്കെ നോക്കുകയാണെന്ന് വെച്ചാൽ ഫുള്ള് ശവക്കല്ലറകൾ തന്നെയാണ് കാണുന്നത്. ഇതൊരു കല്ലറയാണ്. ഈ കല്ല് നമ്മൾ കണ്ടു. ശരിക്കും എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് കാണുന്നൊക്കെ ആഗ്രഹം. പക്ഷേ 9 രാജപാളയം ആയ ഒന്ന് മോനെ ഒരു മുതൽ സാധനം. മേട്ടൂർ ഡാമിൻ്റെ അവിടെ ഫുള്ള് ഇങ്ങനെ കൊട്ടവഞ്ചിയിൽ കറക്കാൻ കൊണ്ടുപോകുന്ന പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇതേ ഒരാൾ കൊട്ടവഞ്ചിയിൽ ഇങ്ങനെ തുഴഞ്ഞു പോണതൊക്കെ കാണാം. അങ്ങനെ കഴിച്ച് നമ്മളിത് ബാംഗ്ലൂരിൽ നിന്ന് ഇറങ്ങിയിട്ടോ. നമ്മൾ പോണ വഴിക്ക് ശരിക്കും ഒരു സ്ഥലത്ത് വിസിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പോണത് കേട്ടോ. അതെവിടെയാണെന്ന് ഞാൻ പോണ വഴിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. അയ്യോ, ഇത് നമ്മൾ വരണ വഴിക്ക് ഒരു അടിപൊളി ഒരു ആക്സിഡന്റ് കേട്ടോ. ലോറി ഇത് ഇതിൻ്റെ മുകളിൽ കയറി നിൽക്കുകയാണ്. ഇപ്പം നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ തോപ്പൂര് ആ ടേണിംഗ് ആണ്. ലാസ്റ്റ് ടൈം ഇവിടെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ടായിരുന്നു. ലോറി 2-3 ലോറിയൊക്കെ ഇടിച്ച് ഇതിൻ്റെ അടിയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് അവസരം. ഇതൊക്കെ ഇടിച്ച് പൊളിച്ച് ഈ കമ്പിയൊക്കെ ഇല്ല, ലെഫ്റ്റ് സൈഡിലെ കമ്പിയൊക്കെ പുതിയത് പണിതാണ് ഇപ്പോൾ അവർ. ഫുള്ള് ഇടിച്ച് പൊളിച്ചിട്ടിട്ടുള്ളൊരു ടൈം ആക്സിഡൻ്റ് ആയിരുന്നു. ഒരു ആൾട്ടോടെ മുകളിലേക്കാണ് നമ്മുടെ ആ ലോറി വീണത്, മറിഞ്ഞ് വീണത്. എൻ്റെ ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നതാണ് ഈ ലോറി. ഈ ലോറി ആയിരുന്നു അന്ന് മറിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് അടിയിൽ പോയതല്ല, ഇത് റോട്ടിൽ ഇടിച്ചു നിന്നായിരുന്ന ഒരു ലോറി ആയിരുന്നു. അടിയിലേക്ക് പോയ ലോറി വേറെ ഉണ്ട്, അത് ഇവിടെ കാണാനില്ല. ഇതിപ്പോൾ റോട്ടിൽ ഇടിച്ചു നിന്ന ലോറിയാണ് ഈ കാണുന്നത്. ഫുള്ള് ഇലയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇതിൻ്റെ മുകളിലുള്ളത്. കണ്ടില്ല, ലോറിയുടെ പകുതി പോയി. അങ്ങനത്തെ ഒരു ഇടിയായിരുന്നു ഇടിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളിപ്പോൾ സേലം വഴിയിൽ നിന്ന്, അതായത് തോപ്പൂര് ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് റൈറ്റ് എടുത്തിട്ട് നമ്മൾ മേട്ടൂർ ഡാമിനടുക്ക് വരികയാണ് ചെയ്തത്. നമ്മൾ സേലം വഴിക്കല്ല, സേലം ടച്ച് ചെയ്യാണ്ട് ഇനി ഇവിടുന്ന് നേരെ ഈ റോഡ് ചെന്ന് കയറുകയാണ് ചെയ്യുക. നമ്മുടെ ഈ നേരെ കാണുന്നതാണ് മേട്ടൂർ ഡാം. ഈ മരങ്ങൾ കാണുന്ന കാരണം നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല. അങ്ങനെ നമ്മൾ മേട്ടൂർ ഡാമിൻ്റെ അവിടെ എത്തി. ചെറിയ ഒരു വണ്ടിക്ക് പോകാനുള്ളൊരു വഴിയുള്ളൂ കേട്ടോ, ഒരു കാറ് പോകാനുള്ള വഴിയുള്ളൂ ഇവിടെ. നമ്മുടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് മേട്ടൂർ ഡാം. മേട്ടൂർ ഡാം എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, കാണാം. റെഡ് ബോർഡിങ് കാണാം. നമുക്ക് റെഡ് ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട്, നമുക്ക് കാണാൻ പറ്റും ഇവിടുന്ന്. ക്ലിയർ ആവുണ്ടെന്ന് വിചാരിക്കുന്നു. മേട്ടൂർ ഡാമിൻ്റെ അവിടെ ഫുള്ള് ഇങ്ങനെ കൊട്ടവഞ്ചിയിൽ കറക്കാൻ കൊണ്ടുപോകുന്ന പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇതേ ഒരാൾ കൊട്ടവഞ്ചിയിൽ ഇങ്ങനെ തുഴഞ്ഞു പോകുന്നതൊക്കെ കാണാം. ഉണക്കമീൻ വെച്ചിട്ടുണ്ടല്ലോ, ഉണക്കമീൻ തൂക്കിയിട്ടുള്ളത്. അതൊക്കെ ഈ ഡാമിൽ നിന്ന് പിടിച്ചുള്ളത് തോന്നുന്നുണ്ട് കേട്ടോ. ഡാമിൽ നിന്ന് പിടിക്കണ മീൻ തൂക്കിയിട്ടുള്ളത് തോന്നുന്നുണ്ട്. ഇനി നമ്മൾ അടുത്തത് നമ്മൾ ഇനി കാണാൻ പോണത് ഒരു ഇതിഹാസ കഥാപാത്രമായ ഒരാളുടെ എന്താ പറയുക, അടക്കിയുള്ള സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ശവടക്കിയുള്ള സ്ഥലമാണ്. അപ്പം നമ്മൾ മാപ്പ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 5.6 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്, നമ്മുടെ മാപ്പിൽ കാണിക്കുന്നുണ്ട് ഇവിടെ. കാരണം ഇത് കുറച്ച് ഒരു ഗ്രാമത്തിൻ്റെ ഉള്ളിലാണ് നമ്മുടെ വീരപ്പൻ്റെ കല്ലറുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വഴി അറിയാത്തത് കൊണ്ട് നമ്മൾ മാപ്പ് ഇട്ടിട്ടാണ് ഇപ്പോൾ പോണത്. ഇതിപ്പോൾ മേട്ടൂർ ഡാമിൻ്റെ അവിടെ എത്തി നമ്മൾ. ഇവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലത്തെ സ്ഥലമാണ് നമ്മുടെ മേട്ടൂർ ഡാം എന്ന് പറയുന്നത്. വന്നപ്പോൾ ഇങ്ങനത്തെ ഒരു റോട്ടിൽ കൂടിയാണ് പോണത്. ഏകദേശം ഇപ്പോൾ നമ്മളിവിടെ എത്താറായി. 100 മീറ്റർ കാണിക്കുന്നുണ്ട്. ഫുള്ള്
ശരിക്കും പറഞ്ഞാൽ അതൊരു സെമിത്തേരി പോലത്തെ സ്ഥലമാണ്. ഇവിടുന്ന് എവിടുന്നാണോ ഇതന്നെ തോന്നുന്നുണ്ട് വഴി, പോയി വെക്കാം. ഇത് ശരിക്കും ഒരു സെമിത്തേരിയാണ്. കണ്ടില്ലേ, ഫുള്ള് കല്ലറകളാണ് അവിടെ ഉള്ളത്. ശരിക്കും നമ്മൾ ഡാമിൻ്റെ അവിടേക്ക് എത്തി. ഇവിടെയാണ് നമ്മുടെ വീരപ്പൻ്റെ കല്ലറുള്ള സ്ഥലം കേട്ടോ. ഒമ്പത് രാജപാളയം ആയ ഒന്ന് മോനെ ഒരു മുതൽ സാധനം. ഹലോ, എന്താ മുതലല്ലേ? അപ്പോൾ അങ്ങനെ നമ്മുടെ വീരണ്ണനുടെ കല്ല് നമ്മൾ കണ്ടു. ശരിക്കും എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് കാണുന്നതൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഇങ്ങനെ എനിക്ക് കാണാനുള്ളൊരു വിധി ഉണ്ടായുള്ളൂ അദ്ദേഹത്തിനെ. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഫുള്ള് ഗ്രാമവും കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കുകയാണെങ്കിൽ മല കാണാം നമുക്ക്. പിന്നെ മേട്ടൂർ ഡാമിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നതൊക്കെ. പിന്നെ നമ്മുടെ ബൈക്ക് ഇത് ഇവിടെ ഇരിക്കുന്നുണ്ട്. അത് അണ്ണാ അത് വൈക്കൽ മെഡ്രാസ് ഹൈക്കോർട്ട് വൈക്കൽ. ആ ഓക്കെ, ലോയർ. ഓക്കെ ഓക്കെ. ഇവർ വീരപ്പനോട് അണ്ണൻ, അണ്ണനോட വൈഫ്. ഇത് അണ്ണ വീരപ്പന. ഇവർക്ക് 30 വർഷം ജയിലുള്ളത് ഇവർ. അപ്പോൾ നമ്മുടെ ഈ കല്ലറയിലുള്ള ഈ വിളക്കുണ്ടല്ലോ, ഈ വിളക്ക് അണയാതെ കാക്കണ ഒരാളാണ് നമ്മുടെ ഈ രണ്ടുപേര്. ഉங்கள் പേര് എങ്ങനെ? രാംസ്വാമി. ഉங்கள் പേര് സിന്നത്തമ്പി. അപ്പോൾ സിന്നത്തമ്പി അണ്ണനാണ് ഈ വിളക്കണയാതെ ഫുള്ള് എണ്ണ ഒഴിച്ച് ഫുള്ള് കാക്കണത് കേട്ടോ. ഇത് ശരിക്കും വരണവരുണ്ടെങ്കിൽ അടുത്ത മാസം വരെയായിരിക്കും നല്ലത്. ഇപ്പോൾ സെപ്റ്റംബറാണ്, ഒക്ടോബർ 18-ാം തീയതിയാണ് വീരണ്ണനോടെ ഓർമ്മ ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഓർമ്മ ദിവസം വരികയാണെങ്കിൽ ഇവിടെ ഫുള്ള് പന്തലൊക്കെ കെട്ടി ഫുള്ള് ഒരു ഉത്സവം പോലെയായിരിക്കും ശരിക്കും ഉണ്ടാവുക. അപ്പോൾ മോസ്റ്റ്ലി വരണവരുണ്ടെങ്കിൽ അടുത്ത മാസം ഒക്ടോബർ 18-ാം തീയതി ആ റേഞ്ചിൽ ആ ഒരു ദിവസം വരികയാണെങ്കിൽ നിങ്ങൾക്കിവിടെ ശരിക്കും ആ ഒരു ഓർമ്മ ദിവസത്തിൽ പങ്കെടുക്കാനും ഒക്കെ പറ്റുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം എല്ലാവരും 18-ാം തീയതി വരാൻ നോക്കുക. അല്ലെങ്കിൽ ഇതുപോലെ നമുക്കൊരു 6 മണിക്ക് മുന്നേയിട്ട് ഇവിടെ വരികയാണെങ്കിൽ നമുക്കിവിടെ തൊഴുതിട്ട് എല്ലാതും കാണാൻ പറ്റും. അവിടെ ഇരിക്കുന്ന ആ ചേട്ടനാണ്, അവിടെ ആ അണ്ണനാണ് അവിടുത്തെ വിളക്കണയാതെ വീരണ്ണനോടെ വിളക്ക് കെടാതെ സൂക്ഷിക്കുന്ന ഒരു അണ്ണനാണ് നമ്മുടെ ബാക്കിലിരിക്കുന്നത്. അപ്പോൾ നോക്കുകയാണെന്ന് വെച്ചാൽ ആ വിളക്ക് ഒരിക്കലും അണയില്ല. അതാണ് നമ്മുടെ വീരണ്ണനോടെ കല്ലറയിലുള്ള ഈ വിളക്ക് ഒരിക്കലും അണയില്ല. അപ്പോൾ വരണവരുണ്ടെങ്കിൽ നമ്മളിവിടെ ദൈവമാണ്, ദൈവത്തിനൊന്ന് എന്താ പറയുക തൊഴുത് ഒരു ദക്ഷിണയൊക്കെ നമുക്ക് ഈ ചേട്ടനെ കൊടുത്തു എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരണവരുണ്ട്, മാക്സിമം വരണവരുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുക. ഇവിടെയൊക്കെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് കേട്ടോ. അവിടെ നോക്കുകയാണെന്ന് വെച്ചാൽ മയിലൊക്കെ പോണത് കാണാം നമുക്ക്. മയിലുണ്ട്, പിന്നെ കൊട്ടവഞ്ചിയിലെ ഡാമിൻ്റെ വെള്ളത്തിൽ കൊട്ടവഞ്ചികളൊക്കെ പോണത് കാണാം. പിന്നെ ഒരു ഫുള്ളി നാച്ചുറലി ആയിട്ടുള്ളൊരു സ്ഥലം. ആൾക്കാരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് തൊഴാനൊക്കെ വരുന്നുണ്ട് ശരിക്കും. ഓക്കെ, ശരിക്കും ഈ വരുന്ന വഴിയൊക്കെ ഇങ്ങനത്തെ ടൈപ്പ് വഴികളാണ്. അപ്പം നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നമ്മൾ ശരിക്കും ഒരു വിജനമായ സ്ഥലമാണ്. ശരിക്കും ഇത് ഡാമിൻ്റെ ഒരു എൻട്രൻസ്, ഡാമിൻ്റെ ഒരു വെള്ളമൊക്കെ വരുന്ന സ്ഥലമാണ്. മഴക്കാലത്ത് വരാണ്ടിരിക്കുന്നത് നല്ലത്, ഇവിടെ വെള്ളം ഉണ്ടാവും. പിന്നെ ഇവിടെയൊക്കെ നോക്കുകയാണെന്ന് വെച്ചാൽ ഫുള്ള് ശവക്കല്ലറകൾ തന്നെയാണ് കാണുന്നത്. ഇതൊരു കല്ലറയാണ്, ഫുള്ള് കല്ലറകളാണ് ഇവിടെ. അതായത് ഒരു സെമിത്തേരിയാണിത്. ശവപ്പറമ്പ് എന്നൊക്കെ പറയില്ല നമ്മൾ.
അതേപോലത്തെ ഒരാളും കൂടി ഉണ്ട് ശരിക്കും കാണാൻ. അതായത് ശ്രീനിവാസ് എന്ന് പറഞ്ഞ ഒരാൾ, അതായത് വീരപ്പനാവാനുള്ളൊരു കാരണമായ ഒരു വ്യക്തിയുണ്ട്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഇൻ ഹിസ് ലൈഫ്. അതാണ് ശ്രീനിവാസ് എന്ന് പറഞ്ഞ ഒരാൾ. അദ്ദേഹമായിരുന്നു ഒരു DF ആയിരുന്നു അയാൾ. അദ്ദേഹം ഇവിടെ ഈ മേട്ടൂർ ഇവിടെ ഈ ഫോറസ്റ്റ് റേഞ്ചിൽ വന്ന് ചാർജ് എടുത്തതിന് ശേഷമാണ് വീരപ്പൻ ആയത്. അതായത് വീരപ്പൻ എന്ന് എന്താ പറയുക, കള്ളക്കേസിലൊക്കെ കൊടുക്കാൻ നോക്കി, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ ഈ വീരപ്പൻ്റെ ഡോക്യുമെൻ്ററി കണ്ടാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ അങ്ങനെ പറയുക വെച്ചാൽ വീരപ്പൻ ഒരു കുട്ടീനെ നമ്മളവിടെ നിന്ന് തൊഴുത് നിൽക്കുമ്പോൾ ഒരാൾ വന്നിരുന്നു, അയാളായിരുന്നു അത്. ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് റൈറ്റ് പോകാണെച്ചാൽ മൈസൂർ പോവും. നമ്മൾ ലെഫ്റ്റ് തന്നെയാണ്, ഈ റോഡ് തന്നെയാണ് പോണത്. മൈസൂർ പോണ വഴി കേട്ടോ അത്. വീരണ്ണനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ അദ്ദേഹം വളരെ ഒരു നല്ലൊരു മനുഷ്യനാണ്. ശരിക്കും വളരെ നല്ലൊരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു മനുഷ്യനാണ്. പക്ഷേ അയാളൊരു എൻ്റെ അറിവിൽ ഒരു കുട്ടീനെ കൊന്നിട്ടുണ്ട് അദ്ദേഹം. ഒരു കുട്ടീനെ കൊന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവൻ്റെ അച്ഛൻ, അതായത് ആ കുട്ടിയുടെ അച്ഛൻ വീരപ്പനെ ഒറ്റി. അത് ഒറ്റിയപ്പോൾ വീരപ്പൻ അവൻ്റെ ആ ഒറ്റുകാരനെ കൊന്നപ്പോൾ വീരപ്പൻ അങ്ങനെ അവൻ്റെ മകനെയും കൊല്ലുകയുണ്ടായി. അതെന്തുകൊണ്ടാണ് കൊന്നതെന്ന് വീരപ്പനോട് ചോദിച്ചപ്പോൾ വീരപ്പൻ പറഞ്ഞത്, എന്തിനാണ് വെറുതെ ഇനി നാളെ അവൻ അരിവാളായിട്ട് എന്നെ കൊല്ലാൻ വരേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കണ്ട, അവൻ്റെ ലൈഫ് ഫുള്ള് എന്നെ കൊല്ലണം എന്നുള്ളൊരു ലൈഫാവും ഉണ്ടാവും അവന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവനെ കൊന്നതെന്നാണ് വീരപ്പൻ പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഫൈനലി പിന്നെയും നമ്മൾ ഈ റോഡിൽ തന്നെ വന്ന് കയറിയിട്ട്, അതായത് നമ്മുടെ സേലം കൊച്ചിൻ ഹൈവേയിൽ തന്നെയാണ് പിന്നെയും നമ്മൾ വന്ന് കയറിയത്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഇപ്പോൾ 70 കിലോമീറ്റർ ഉണ്ട്. നമ്മുടെ മാപ്പിൽ കാണിക്കുന്നുണ്ട് 70 കിലോമീറ്ററാണ് കോയമ്പത്തൂർക്ക് കാണിക്കുന്നത്. ഞാനിന്ന് കോയമ്പത്തൂരിൽ നിന്നിട്ട് നാളെയാണ് നമ്മൾ ഗുരുവായൂർക്ക് പോകുന്നത്. അപ്പോൾ സൺസെറ്റ് ആയപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്കൈ കണ്ടില്ലേ, എന്ത് രസമാണ് കാണാൻ. ഈ റോഡ് വരുമ്പോൾ പലപ്പോഴും ഞാൻ എൻജോയ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് ഈവനിങ് ടൈമിൽ ഈ ഒരു സ്കൈ കിട്ടും. ഇങ്ങനത്തെ ഒരു സ്കൈ മിക്കപ്പോഴും ഞാൻ റൈഡ് ചെയ്ത് വരുമ്പോൾ എനിക്കിവിടെ കാണാൻ പറ്റുന്ന ഒരു സ്കൈ ആണ് ഇങ്ങനത്തെ സ്കൈ. ഈവനിങ്ങിലുള്ള ഈ സൺസെറ്റിൻ്റെ സ്കൈ വേറൊരു ലെവൽ തന്നെയാണ്. വേറെ ലെവൽ സാധനമല്ലേ, റെഡ് ആയിട്ടുള്ള സ്കൈ, പൊളി സാധനം.